കല്യാണത്തിന് പോകുമ്പോൾ ഇച്ചിരി വലിയ കമ്മലിട്ടാലോ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇട്ടാലോ അത് ഊരി വെക്ക് അല്ലെങ്കിൽ അത് മാറ്റ് എന്നേ നമ്മളോട് പറയാറുള്ളൂ. കാരണം അവിടെ ചെന്ന് അവിടെ ചോദ്യങ്ങൾ വരും, ഏതെങ്കിലും വല്യമ്മയുടെയോ ഏതെങ്കിലും അമ്മായിയുടെയോ ഒക്കെ ഒരു ചോദ്യം വരും നമുക്ക്, ഏതെന്താ മോളെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വന്നേ. ഒരാൾ സ്ലീവ്ലെസ് ഇട്ടതുകൊണ്ടോ ഷോർട്ട്സ് ഇട്ടതുകൊണ്ടോ അത് കൺസെൻറ്റ് ആവുന്നില്ല. പറയുമ്പോൾ ഫ്ലൈറ്റ് ഫൈറ്റ് റെസ്പോൺസ് കൊടുക്കും, നമ്മൾ സർവൈവൽ മൂഡിലേക്ക് മാറും, ഒന്നുകിൽ എസ്കേപ്പ് ആവണം അല്ലെങ്കിൽ അടിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരിക്കലും പോസിബിൾ അല്ല. ഇവിടെ പകുതി മുക്കാൽ ആൾക്കാരും ഫ്രീസ് ആവാറേ ഉള്ളൂ. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ റേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പെനട്രേഷൻ, ഫോഴ്സ്ഫുൾ പെനട്രേഷൻ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള സിനിമയിലെ പോലെയുള്ള സീനുകളോ ഒന്നും അല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്സും അല്ലെങ്കിൽ കൊൽക്കത്ത റിലേറ്റഡ് ആയിട്ടുണ്ടായ ആ ഇൻസിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുണ്ടായ ബാക്കിയുള്ള ന്യൂസുകളും കുറേ പേരെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതിലൊരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണ്. അതിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, ക്ലിയർ കട്ട് ബൗണ്ടറീസ് എന്താണെന്നുള്ളത്, അതിൻ്റെ ലിമിറ്റ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ ഒരിക്കലും അത് ഡീൽ ചെയ്തതുകൊണ്ട് അത് തിരിച്ചു വരില്ല എന്നൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ മെമ്മറിയിലേക്ക് തിരിച്ചു പോവുകയാണ്, അറിയാതെ വരും. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു ദ ഷോ. ഇന്ന് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അവയർനെസ് സീരീസിൻ്റെ ഭാഗമായിട്ട് വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് റെലവെൻ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിത്ത് അഞ്ജന, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ക്ലൗഡ് കുക്കു ലാൻഡ്. ആൻഡ് ലെറ്റ്സ് വെൽക്കം ഹർ ടു ദ ഷോ. താങ്ക് യു. അഞ്ജന, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എൻ്റെ ഓഡിയൻസിന് വേണ്ടിയും കൂടി പറയട്ടെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും സെക്ഷൽ അസോൾട്ട്സും ഹാരസ്മെൻറ്റും അങ്ങനത്തെ കേസസ് എല്ലാം നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് പറയാം, ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വല്ലാതെ ട്രിഗേർഡ് എന്നുള്ളൊരു വാക്ക് വളരെ എന്താ പറയുക ഫ്ലിപ്പൻ്റ്ലി യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ എനിക്ക് പല ഓർമ്മകൾ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ജോലി സ്ഥലം തൊട്ട് ഇന്ന് വരെയുള്ള പല പല ഓർമ്മകൾ പിന്നെയും എന്നെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെപ്പോലൊരു വ്യക്തി ഹൂസ് പ്രോബബ്ലി എക്സ്പോസ്ഡ് ടു എ ലോട്ട് ഓഫ് തിങ്സ്, അത് പലതും ഹാൻഡിൽ ചെയ്ത് ശീലമുള്ള ഒരാൾക്ക് പോലും അത് വല്ലാതെ നെഗറ്റീവ്ലി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കേസ് വരുമ്പോഴും എൻ്റെ മനസ്സ് പോകുന്നത് പല സാഹചര്യങ്ങളിലേക്കും പല സിറ്റുവേഷൻസിലേക്കാണ്. അപ്പോൾ എന്നെ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഈ സമൂഹത്തിൽ എത്രയോ സ്ത്രീകൾ, എത്രയോ പെൺകുട്ടികൾ, അവർക്ക് ഓരോ കേസസ് പുറത്തു വരുമ്പോഴും അതിപ്പോൾ ചെറിയൊരു അലിഗേഷൻ ആണെങ്കിലും വലിയതാണെങ്കിലും എന്താണെങ്കിലും അത് അവരെ വളരെ എഫക്റ്റ് ചെയ്യുന്നില്ലേ. എസ്പെഷ്യലി കൊൽക്കത്ത റേപ്പ് മർഡർ കേസിന് ശേഷവും അല്ലാതെ ഉള്ളതെല്ലാം വല്ലാതെ ആൾക്കാരെ ബാധിക്കുന്നില്ലേ. യു അഡ്രസ് എ ലോട്ട് ഓഫ് പീപ്പിൾ എവറി ഡേ ആൻഡ് അഡ്രസ് ദ പ്രോബ്ലംസ്, അഞ്ജന. അപ്പോൾ വാട്ട് ഡു യു സെൻസ് അത് സ്ത്രീകളെ ശരിക്കും ബാധിക്കുന്നുണ്ടോ ഒരു സൊസൈറ്റൽ പെർസ്പെക്റ്റീവിന്? ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് എ തെറപ്പിസ്റ്റ് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടോ? ഉറപ്പായിട്ടും. പക്ഷെ അത് ഞാൻ പറയാറുള്ളത് പോലെ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് ആരുടെ അടുത്ത് പോയി ചോദിച്ചാലും നമ്മൾ കാണുന്ന കേസുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പേസിൽ ഒരു ഡെയിലി ബേസിസിൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഇങ്ങനെയുള്ള ട്രോമ അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസിൻ്റെ കാര്യങ്ങളല്ല. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്സും അല്ലെങ്കിൽ കൊൽക്കത്ത റിലേറ്റഡ് ആയിട്ടുണ്ടായ ആ ഇൻസിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുണ്ടായ ബാക്കിയുള്ള ന്യൂസുകളും കുറേ പേരെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. തന്നെ പറഞ്ഞ പോലെ പഴയ കാര്യങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോയി. കുറേ പേർക്ക് ടെർമിനേറ്റ് ആവാനായുള്ളവർ പോലും ഒരു സെഷൻ എക്സ്ട്രാ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് ഇത്രയും ന്യൂസുകൾ വന്ന സമയത്ത്. കാരണം അവർക്ക് ആ പഴയ മെമ്മറീസിൽ വീണ്ടും അത് റീകളക്റ്റ് ആവും, ഓട്ടോമാറ്റിക്കലി അത് വന്നു പോവുക. അല്ലാതെ ഒരിക്കലും അത് ഡീൽ ചെയ്തത് കൊണ്ട് അത് തിരിച്ചു വരില്ല എന്നൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ മെമ്മറിയിലേക്ക് തിരിച്ചു പോവുകയാണ്, അറിയാതെ വരും. അപ്പോൾ ഇത് ഡെയിലി ബേസിസിൽ സംസാരിക്കുന്നുണ്ട്. മിക്ക ആളുകൾക്കും ഒന്നോ രണ്ടോ, ഞാൻ കുറവിലാണ് പറയുന്നത്, ഒന്നോ രണ്ടോ ഒരു ഇൻസിഡൻ്റ് എങ്കിലും അവരുടെ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ റീസെൻ്റ്ലി നടന്ന എന്തെങ്കിലും കാര്യം വെച്ചോ ഇത് പറയാറുണ്ടാവാറുണ്ട്. അത് കാരണം ഉണ്ടാവുന്ന അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എഫക്റ്റഡ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. സോ റെലവെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നേരത്തെ റെലവെൻ്റ് ആവേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ സോഷ്യൽ നോംസിൽ ഇതൊന്നും കൂടുതൽ എക്സ്പ്രസ്ഡ് ആയില്ല, സംസാരിച്ചിട്ടില്ല. നമ്മുടെ സ്പേസിൽ മാത്രം ഒതുങ്ങിപ്പോവും. ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവൻ അവർ പോലും വേണ്ട, നമുക്ക് നമ്മുടെ ഇവിടെ മാത്രം സംസാരിച്ചാൽ മതി, ഫാമിലിയിലുള്ളവർ സംസാരിക്കണ്ട, കാരണം അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവർക്ക് ഇതിന് മുമ്പേ അവർ ചെന്ന് സംസാരിച്ചപ്പോഴൊന്നും അവർക്ക് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. അവർ പല രീതിയിൽ ഹിൻറ്റ് ചെയ്തപ്പോഴൊന്നും നല്ലൊരു റെസ്പോൺസ് അല്ല കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ യൂഷ്വലി പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് എന്നുള്ളത് ഒരിക്കലും ആരെയും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല. അത് എഫക്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ അതിൻ്റെ അഡീഷണൽ ഒരു സെക്കൻഡറി വിക്ടിമൈസേഷൻ കാര്യമാണ്. നമ്മളൊരാളുടെ അടുത്ത് ചെന്ന് ഈ കാര്യം പറയുമ്പം
അവരുടെ റിയാക്ഷൻ അതൊരു അഡീഷണൽ ട്രോമ. അത് ഡീൽ ചെയ്യുക എന്നുള്ളത് ആണ് ഫസ്റ്റ് ഒരു 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 പ്ലാനായിട്ട് മാറാറുള്ളത് ദാൻ ആ പെർട്ടിക്കുലർ ഇൻസിഡന്റ്. കാരണം ആ റിയാക്ഷൻ ചെയ്ത് ഇവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരുമോ. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി, നമ്മൾ അമ്മയുടെ അടുത്ത് ചെന്ന് പറയണം, അമ്മ തിരിച്ചു പറയണത് എനിക്കത് തോന്നിയതായിരിക്കും. അതെ അതെ എക്സാക്ട്ലി. അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ആവാൻ സാധ്യതയില്ല. അത് നമ്മളുടെ നമുക്ക് അനുഭവിച്ച നമ്മുടെ ഫീലിങ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ, ഇൻവാലിഡേറ്റ് ചെയ്യുന്ന പോലുള്ള റെസ്പോൺസ് ആണ് കിട്ടാറുള്ളത്. അല്ലെങ്കിൽ പറയുന്നത് ഇപ്പൊ ഒന്നും പറയണ്ട, ആരോടും ഒന്നും പറയണ്ട, അത് വെറുതെ പ്രശ്നങ്ങളാവും, അല്ലെങ്കിൽ അച്ഛൻ അറിയണ്ട, അല്ലെങ്കിൽ വീട്ടിലെ ആണുങ്ങൾ അറിയണ്ട. ഇതിനകത്ത് സൊസൈറ്റൽ ലെവൽ ഓഫ് അവയർനെസ് തന്നെ വളരെ കുറവാണ്. കാരണം നമ്മൾ അത് തുറന്ന് സംസാരിക്കാത്തടത്തോളം കാലം ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു സെർട്ടൺ ലെവൽ ബേസിക് നോളജ് പോലും നമുക്ക് ആർക്കും കാണില്ല. ഇപ്പൊ എനിക്ക് തന്നെ പല വേർഡ്സ് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട്. സെക്ഷൽ അബ്യൂസ് എന്താണ്, സെക്ഷൽ അസോൾട്ട് എന്താണ്, സെക്ഷൽ ഹാരസ്മെന്റ് എന്താണ്. അപ്പൊ ഇതിന്റെയൊക്കെ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന കാര്യവും സെക്ഷൽ അബ്യൂസും തമ്മിൽ എന്താണ് വ്യത്യാസം, ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താണ് വ്യത്യാസം, എന്താണ്. ക്യാൻ യു ജസ്റ്റ് ലെറ്റ് us know what it is, എന്താണ് വ്യത്യാസങ്ങൾ. അതൊരു ലീഗൽ ഫ്രെയിം വർക്കിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യൂ. ആക്ച്വലി സെക്ഷൽ അസോൾട്ടും സെക്ഷൽ ഹരാസ്മെന്റ് അല്ലെങ്കിൽ റേപ്പ്, ടോർച്ചറിങ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഫൈൻ ലൈൻ ഡിഫറൻസേ വരുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരുടെയും റെലവെന്റ് അല്ല. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ റേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പെനട്രേഷൻ, ഫോഴ്സ്ഫുൾ പെനട്രേഷൻ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള സിനിമയിലെ പോലെയുള്ള സീനുകളോ ഒന്നും അല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പം അസോൾട്ട് എന്താ, റേപ്പ് എന്താ, ഹരാസ്മെന്റ് എന്താ എന്നുള്ളതിന് അപ്പുറം ഇത് ഉണ്ടാക്കുന്ന ഇത് ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഒരു രീതിയുണ്ട്. അവരെ ബാധിക്കുന്നത് എല്ലാം ഒരേപോലൊക്കെ തന്നെ ആണ്. അവർ ട്രോമറ്റൈസ്ഡ് ആവുന്നതല്ല. ഹരാസ്മെന്റ് ആണെങ്കിലും അബ്യൂസ് ആണെങ്കിലും റേപ്പ് ആണെങ്കിലും അസോൾട്ട് ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻഡ് ആയാലും അവർക്ക് അത് ബാധിക്കുന്നത് ഒരൊറ്റ രീതിയിൽ തന്നെയാണ്. അവർ ട്രോമറ്റൈസ്ഡ് ആവുന്നതോടുകൂടി അവരുടെ ആ സെൻസ് ഓഫ് സെക്യൂരിറ്റി, ആ സേഫ്റ്റി അവിടെ ഇല്ലാണ്ടാവുക. അവരുടെ ഫുൾ ബ്രെയിൻ, ഈവൻ ബ്രെയിനിൽ പോലും ഡീപ്പ് സ്ട്രക്ചേഴ്സിൽ പോലും ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. അപ്പം ഈവൻ അവരുടെ ഇമോഷണൽ പ്രോസസ്സ് ചെയ്യുന്ന രീതി, അവർ ത്രെറ്റിനെ പ്രോസസ്സ് ചെയ്യുന്ന രീതി, ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും അവർക്ക് ചിന്തിക്കുന്ന ഉള്ളൊരു കപ്പാസിറ്റി അവിടെ ഇല്ലാണ്ടാവാം. അത് ഈ പറഞ്ഞ പോലത്തെ ഡെഫിനിഷൻസുമായിട്ടൊന്നും മീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിലുപരി അവരവിടെ ഫേസ് ചെയ്ത് അവർക്കുണ്ടായ ആ ഒരു ഡിഫിക്കൽട്ടി അവരുടെ മുന്നോട്ടുള്ള ഒരു ലൈഫ് ലോങ് കോൺസിക്വൻസസ് ആണ് അതിനുള്ളത്. അത് സിംഗിൾ ഇൻസിഡൻ്റ് ആണെങ്കിലും. ഇപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ സിവിയറിറ്റിയുടെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസിഡൻസിൻ്റെ ഡിഫറൻസ് ആവാം, അല്ലെങ്കിൽ അതിൽ എങ്ങനെ അയാൾ ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഡിഫറൻസ് ആവാം. പക്ഷെ എന്ത് ഡിഫറൻസ് ആണെങ്കിൽ പോലും ആ ഡിഫറൻസ് എന്നുള്ളതിനെക്കാട്ടിലും അവർക്കതൊരു ലൈഫ് ലോങ് ഒരു ഓൺഗോയിങ് കോൺസിക്വൻസസ് ആണ്. അവർ ഒരാളെ കാണുമ്പോഴും പല ഡിസിഷൻസ് എടുക്കുമ്പോഴും ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും ഈ സ്ഥലത്ത് എനിക്കിവിടുന്ന് കൊച്ചിയിൽ നിന്നൊന്ന് മാറി തിരുവനന്തപുരത്ത് താമസിക്കണമെങ്കിൽ, ഞാനൊന്ന് ഡൽഹി വരെ പോകണമെങ്കിൽ, എനിക്കിന്ന് കൊൽക്കത്തയിൽ എത്തണമെങ്കിലും ഒക്കെ ഇപ്പോൾ കൊൽക്കത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാരൻസിനും പോവണ്ട എന്നുള്ളതായി. ഇപ്പം നീറ്റിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. കുറേ പേർക്ക് കൊൽക്കത്തയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ പോലും പറ്റില്ല, കാരണം അതൊരു ഫിയറായി. അപ്പൊ അതൊരു ഓൺഗോയിങ് കോൺസിക്വൻസസ് ആണ്. ഒരു രീതിയിലെങ്കിൽ വേറെ രീതിയിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ 24 മണിക്കൂർ ബാധിക്കും. ഇതിനകത്തൊരു വലിയ വാക്ക് എൻ്റെ അറിവിൽ കോൺസെന്റ്. നമുക്ക് ഇപ്പോഴും കോൺസെന്റ് എന്താണെന്ന് നമ്മൾ ക്ലിയർ അല്ല. അപ്പോൾ ഈ പലപ്പോഴും ഇതുപോലെ മീറ്റു അലിഗേഷൻസ് വരുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് കോൺസെന്റ്. സോ ഹൗ വുഡ് യു ആസ് എ സൈക്കോളജിസ്റ്റ് ഇവാലുവേറ്റ് ഈ ഒരു വാക്കിനെ എങ്ങനെയാണ് അത് കാണുക, ആൻഡ് ഹൗ വുഡ് യു എക്സ്പ്ലെയിൻ ഇറ്റ് ടു അവർ വ്യൂവേഴ്സ്? കൺസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിലൊരു മ്യൂച്വൽ എഗ്രിമെന്റ് ആണ്. അതിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, ക്ലിയർ കട്ട് ബൗണ്ടറീസ് എന്താണെന്നുള്ളത്, അതിൻ്റെ ലിമിറ്റ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഒരു മാനിപ്പുലേഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രഷറിലൂടെയോ ബൗണ്ടറീസ് എന്താണെന്ന് പറയാതെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് എന്തും കൺസെന്റ് ഇല്ലായ്മ തന്നെയാണ്. മാനിപ്പുലേഷൻ ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ ഇതിലും അവരൊക്കെ വന്ന് പറയുമ്പോൾ മീറ്റും ഇതാണെങ്കിലും ഇപ്പം ചാനലിൽ കാണുമ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം അവരെടുത്ത് പറയുന്നുണ്ട്, ഇന്ന
കാര്യം ചെയ്യാനായിട്ട്, ഇന്ന ഒരു കഥ പറയാനായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ റൂമിലേക്ക് വരും. അതൊരിക്കലും ഒരു കൺസെൻറ്റ് ആവുന്നില്ല. ഒരാൾ സ്ലീവ്ലെസ് ഇട്ടതുകൊണ്ടോ ഷോർട്ട്സ് ഇട്ടതുകൊണ്ടോ അത് കൺസെൻറ്റ് ആവുന്നില്ല. പകരം അത് എത്ര ഭംഗിയായിട്ടൊരു കാര്യം സംസാരിക്കുന്നു, എത്ര റെസ്പെക്ട്ഫുള്ളി ആണ് അതായത് പെർട്ടിക്കുലർ ആക്ട്, ഇപ്പോൾ ഒരു സെക്ഷലി ഇൻവോൾവ് ആവാൻ, ഒരു ഇൻറ്റിമേസി എന്നുള്ളതിൽ അവിടെ ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രണ്ടുപേരും മ്യൂച്വലി എഗ്രി ചെയ്യുമ്പോൾ മാത്രമേ അത് കൺസെൻറ്റ് ആവുന്നുള്ളൂ. അല്ലാത്തത് എന്തും കൺസെൻ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അതൊരു മിത്താണ് ഇവിടെ സൊസൈറ്റിയിലുള്ളത്. ഇതുപോലെ വേറൊരു കാര്യം പലപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇതിനു മുമ്പും ഈ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇത്രയും മാസങ്ങൾ ഇതിനെല്ലാം എഗ്രി ചെയ്തിട്ട് ഇന്ന് എന്തുകൊണ്ട് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നു ഇത് റേപ്പ് ആണോ, അബ്യൂസ് ആണ്, അസോൾട്ട് ആണെന്ന്? ഇത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. അതെ 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 അതില് ഒരു തവണ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ 2 തവണ കൺസെന്റ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് 3ാമത്തെ തവണ അവിടെ ഇംപ്ലൈഡ് ആവുന്നില്ല കൺസെന്റ് ഉണ്ടെന്നുള്ളത്. സാഹചര്യം മാറുന്നുണ്ട്, രീതികൾ മാറുന്നുണ്ട്, ഒരാളുടെ സ്വഭാവങ്ങൾ മാറുന്നുണ്ട്. ആദ്യം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾ റിലേഷൻഷിപ്പിൽ, ഫോർ എക്സാമ്പിൾ ഇനിഷ്യൽ ഫേസിൽ വളരെ ഓക്കെ ആണ്, വളരെ സ്നേഹത്തോടെ നന്നായി സംസാരിച്ചിരുന്ന ആൾക്കാരുടെ രീതികൾ, ഡൈനാമിക്സ് മാറാറുണ്ട്. ഡൈനാമിക്സ് മാറുമ്പോൾ അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാതെ മുമ്പ് നമ്മൾ ആക്റ്റീവ് ആയിരുന്നു റിലേഷൻഷിപ്പിൽ, ഇപ്പം ഇനി ഇത് പറ്റില്ല എന്നുള്ളത് കുറ്റമായിട്ടാണ് പറയുന്നത്. ബേസിക്കലി ആക്റ്റീവ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് അവൾ പിൻവാങ്ങി, ഇപ്പം അത് ഒരു കുറ്റമായി എന്നുള്ളതൊക്കെ നമ്മുടെ സൊസൈറ്റൽ റൂൾസോ നോംസോ ആണ്. അത് ഇന്നലെ എനിക്ക് കൺസെന്റ് തന്നു എന്നുള്ളത് കൊണ്ട് നാളെ എനിക്ക് കൺസെന്റ് കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഓരോ തവണയും ഓരോ രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ ഒരു സെക്ഷൽ ആക്ടിന്റെ ഇടയ്ക്ക് അവിടെയും കൺസെന്റ് മാറാം, നോ പറയാം, വിഡ്രോ, റിവേഴ്സിബിൾ ആണ്. അതായത് യെസ് പറഞ്ഞിരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിൽ കംഫർട്ടബിൾ ആവുന്നില്ലെങ്കിൽ എനിക്കതിന് പിൻവാങ്ങാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, എനിക്ക് അതിന് ബാക്ക് അടിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, എനിക്ക് നോ പറയാനുള്ള അവകാശമുണ്ട്. അതും കൺസെന്റിന്റെ ഭാഗം തന്നെയാണ്. പലപ്പോഴും ഈ നോ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെ അതെങ്ങനത്തെ സാഹചര്യങ്ങളാവാം? നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതി, ഇപ്പം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നമാണോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ, ഏത് കോണ്ടെക്സ്റ്റിലാണ്, അതായത് എന്തെങ്കിലും ഒരു അബ്യൂസ് ഹിസ്റ്ററി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്ന ഫസ്റ്റ് കാര്യം, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലേ, ഞാനത് നോ പറയേണ്ട പോലെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ, മറ്റേ ഹിറ്റ്ലർ സിനിമയിൽ പറഞ്ഞ പോലെ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്നുള്ളത് പറയുന്ന പോലെയാണ് ഇവിടെ പല ആൾക്കാരും വന്ന് ചോദിക്കുന്നത്. പക്ഷെ നമുക്കാരും അങ്ങനെ ട്രെയിനിങ് ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഇവൻ ഒരു അസേർട്ടീവ് ആവുക എന്ന് പറയുമ്പം, ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഇടാൻ കൊള്ളാം, പക്ഷെ ഇത് റിയാലിറ്റിയിൽ വരുമ്പോൾ എങ്ങനെയാണ് അസേർട്ടീവ്നെസ് കാണിക്കേണ്ടത്, എങ്ങനെ ഞാൻ നോ പറയാം, എങ്ങനെ ഞാൻ പ്രതികരിക്കുക, എനിക്ക് ഇവിടുന്ന് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഇവൻ നമ്മളൊരു കുഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ, എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ ഇച്ചിരി വലിയ കമ്മലിട്ടാലോ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇട്ടാലോ അത് ഊരി വെക്ക്, അല്ലെങ്കിൽ അത് മാറ്റ് എന്നേ നമ്മളോട് പറയാറുള്ളൂ. കാരണം അവിടെ ചെന്ന് അവിടെ ചോദ്യങ്ങൾ വരും, ഏതെങ്കിലും വല്യമ്മയുടെയോ ഏതെങ്കിലും അമ്മായിയുടെയോ ഒക്കെ ഒരു ചോദ്യം വരും നമുക്ക്, ഏതെന്താ മോളെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വന്നേ. അപ്പം എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയ്ക്കോ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് മാറ്റി വെക്കാനാണ് ആ കാര്യം പറയുന്നത്. അവിടെ പോലും പറ്റുന്നില്ല. ഒരു ചെറിയൊരു കാര്യമാണ്. ഞാൻ ആ ഒരു വലിയ കമ്മലിടുന്നതുകൊണ്ട് ഇവരുടെ ആൾറെഡി 45 വയസ്സോ 50 വയസ്സിലൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല. ലോങ് ടേം കോൺസിക്വൻസസ് ഒന്നുമില്ല. ഒരു 2 മണിക്കൂർ കല്യാണമാണ്, അതിലൊരു വലിയ കമ്മലായിരിക്കും ഒരാളുടെ ഡ്രസ്സ് ആവാം. ആ 2 മണിക്കൂർ നിൽക്കുന്ന അന്നേരം വരുന്ന ചോദ്യങ്ങളിൽ കൂടെ ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളോട് മാറാനാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ളത്. ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാനെങ്ങനെ പ്രതികരിക്കും, ഞാനെങ്ങനെ നോ പറയും? പറയുമ്പോൾ ഫ്ലൈറ്റ് ഫൈറ്റ് റെസ്പോൺസ് കൊടുക്കും, നമ്മൾ സർവൈവൽ മൂഡിലേക്ക് മാറും, ഒന്നിക്കൽ എസ്കേപ്പ് ആവണം അല്ലെങ്കിൽ അടിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരിക്കലും പോസിബിൾ അല്ല. ഇവിടെ പകുതി മുക്കാൽ ആൾക്കാരും ഫ്രീസ് ആവാറേ ഉള്ളൂ. ഇതെന്താ ചെയ്യേണ്ടത്, ഇതെന്താ സംഭവിക്കുന്നത്, ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്ക് ആവുന്ന അവസ്ഥയാണ് മെജോറിറ്റി ആൾക്കാർക്കും പറ്റാറുള്ളൂ, പെൺകുട്ടികൾക്കും. ലെറ്റ് മീ ഹോൾഡ് ദാറ്റ് തോട്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് ഫൈറ്റ് ഫ്രീസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു പലപ്പോഴും ഒരു അൺപ്ലസന്റ് സിറ്റുവേഷനിലുള്ള നമ്മുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസസ് ആയിരിക്കും. അപ്പോൾ വാട്ട് ആർ ദീസ് ഫ്ലൈറ്റ് ഫൈറ്റ് ആൻഡ് ഫ്രീസ്? ഈ ഫ്രീസ് റെസ്പോൺസസ് പലപ്പോഴും സെക്ഷൽ അസോൾട്ട് കേസസിൽ വരുന്നത് എപ്പോഴും ഒരു ടെൻഡൻസീസ് ഇസ് ടുവേർഡ്സ് ഫ്രീസ് റെസ്പോൺസ് അല്ലേ? സോ ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ? ലൈക്ക് ഫ്ലൈറ്റ് ഫൈറ്റ് റെസ്പോൺസ് തന്നെ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ, നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നു, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു സ്പീഡിൽ ഒരു വണ്ടി വരുന്നു. ആ സമയത്ത് നമുക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്.
മാറ്റങ്ങളുണ്ട്, ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. അതായത് ഹാർട്ട് ബീറ്റ് കൂടാം, മസിൽസ് എല്ലാം കുറച്ചുകൂടി ടൈറ്റ് ആവുന്ന പോലെ ആവാം, അല്ലെങ്കിൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ എണീറ്റ് ഓടാനുള്ള ഒരു തയ്യാറെടുപ്പ് പോലെ ആവാം, പെട്ടെന്ന് നമ്മൾ ഓടി മാറുന്നത്. ഞാൻ സ്ഥിരം പറയുന്ന ഒരു എക്സാമ്പിൾ, 4-5 പട്ടികൾ ഒരുമിച്ച് വന്ന് കടിക്കാൻ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒന്നിക്കൽ കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ നമ്മൾ ഓടണം. പക്ഷെ ആ സിറ്റുവേഷൻ നമ്മൾ ഫ്രീസ് ആവുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. എന്ന് വെച്ചാൽ ഹൈറ്റൻഡ് എനർജി, അതായത് കുറച്ചും കൂടെ എനർജി കൂടുതൽ വരുന്ന പോലെ ഈ അത്രയും ഒരു അഡിനാൽ റഷ്, ഒരു സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവുമ്പം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റെസ്പോൺസ് വരാം. അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, ബ്ലാങ്ക് ആയിരിക്കും. നമുക്ക് മുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്, ചിലപ്പോൾ ചില ആളുകൾക്ക് വിഷൻ ബ്ലേഡ് ആവാം, ബ്ലാഡർ കൺട്രോൾ ഇല്ലാത്ത പോലെ തോന്നാം, ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൈ തണുത്ത് മരവിക്കാൻ, നമ്പാവാം. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ആക്ഷൻ എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു കാര്യം ഞാൻ എണീറ്റ് ഇവിടുന്ന് ഓടണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എണീക്കണം, അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ എനിക്ക് ഇവിടെ വരണ്ടേ ഫസ്റ്റ്. ഇപ്പൊ എന്നോട് തന്നെ ഇവിടുന്ന് എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എണീക്കുന്ന ആ സാധനം എൻ്റെ മനസ്സിൽ വരണം. ഞാൻ എണീക്കാൻ എൻ്റെ മൂവ്മെന്റ്, എൻ്റെ മസിൽസിനെയൊക്കെ ഞാൻ റെഡി ആക്കണം. എനിക്ക് ഇവിടുന്ന് മെസ്സേജ് എനിക്ക് ബോഡിയിലേക്ക് പോകണം, എന്നാലും എനിക്ക് എണീക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും സംഭവിക്കത്തില്ല ഫ്രീസ് എന്നുള്ളൊരു പോയിന്റിൽ. ഫ്ലൈറ്റ് ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു സർവൈവൽ മോഡിൽ നിൽക്കുമ്പോൾ ഉള്ള, അതായത് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള നമ്മുടെ ഒരു നല്ല മെക്കാനിസം ആണ്. പക്ഷെ ഇതെല്ലാ സ്ഥലത്തും വരണം എന്ന് ഇല്ല. നമുക്ക് വൈവയ്ക്ക് കയറുന്നതിന് മുമ്പ് വരും, ഒരു ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ്. ഇപ്പൊ ഞാൻ കയറുന്നതിന് മുമ്പ് എനിക്ക് ഇച്ചിരി ഫ്ലൈറ്റ് ഫൈറ്റ് സാധനം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇച്ചിരി അലേർട്ട് ആവും, കാര്യങ്ങൾ ഏതാണ് ഇച്ചിരി എല്ലാം ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാവുമ്പോഴേ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവുള്ളൂ, നാച്ചുറൽ റെസ്പോൺസ്. പക്ഷെ ഇതിലും കവിഞ്ഞ ഒരു സാധനമാണ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഒബ്സർവ് ചെയ്യാനോ സ്കാൻ ചെയ്യാനോ എനിക്ക് പ്രോസസ്സ് ചെയ്യാനോ ഒന്നും കിട്ടുന്നില്ല. ഇതൊന്നും കിട്ടാത്ത സമയത്ത് ബോഡി കുറച്ചും കൂടെ ഫ്രീസ് മോഡിലേക്ക് പോകും, നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കാരും ട്രെയിനിങ് തന്നിട്ടില്ല, റിഫ്ലക്സ് പോലെ വരാൻ. ഇപ്പം തീയിൽ ഒന്നും പഠിച്ചിട്ടില്ല, റിഫ്ലക്സ് വരാൻ നമുക്ക് ഒന്നുമില്ല. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള ശീലം കൊച്ചിലെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകുമ്പോൾ അറിയാം, ഇവർ ഓടുന്നുണ്ട്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ എന്ത് കാര്യത്തിലും നമുക്ക് ആ റിഫ്ലക്സീവ് സാധനങ്ങളുണ്ട്. അതാണ് നമ്മുടെ പെൺകുട്ടികളെ അഗ്രസീവ് ആവാനോ അസേർട്ടീവ് ആവാനോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എല്ലാത്തിനും യെസ് പറയാനോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന്, അത് ആ ഒരു ഭാഗത്തേക്കാണ് ട്രെയിനിങ്. സോ കോൺസെന്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട് ടു ഈവൻ ഒരു ക്ലാരിറ്റി ഓഫ് കോൺസെന്റ് പോലും വരാൻ പലപ്പോഴും സാധിക്കില്ല. ദാറ്റ് ഓൾസോ ബ്രിങ്സ് us to the point, ഈ പലപ്പോഴും ഈ ഇതൊക്കെ ഉണ്ടാവുന്നത് ഇൻടോക്സിക്കേഷൻ, സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷനിലാവാം. അവിടെയും കോൺസെന്റിന്റെ ഒരു ഗ്രേ ഏരിയ ഉണ്ട്. അതായത് 2 കാര്യമുള്ളതെന്ന് വെച്ചാൽ, അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എനി സബ്സ്റ്റൻസ്, അത് കൺസെന്റ് അല്ല. പ്ലസ് കൊഗ്നിറ്റീവ്ലി ഇമ്പയർഡ് ആണെങ്കിൽ, അതെന്ന് വെച്ചാൽ ആലോചിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനിപ്പുലേഷൻ ഒക്കെ ആണെങ്കിൽ, എന്ന് വെച്ചാൽ കൊഗ്നിറ്റീവ് ഇമ്പയർഡ് ആണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ആൽക്കഹോളിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ്സിൻ്റെ അണ്ടറിലോ ഒരാൾക്ക് യെസ്സും നോയും പറയാൻ, തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരാളുടെ തലയാട്ടലോ ബോഡി പോസ്ചറോ മറ്റേ ആൾ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അയാൾ കൺസെന്റ് കൊടുത്തു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കും നിന്ന് കൊടുത്തിട്ടല്ലേ എന്നുള്ള ചോദ്യം വരുന്നത് അവിടെ. നിന്ന് കൊടുക്കുന്നു ആണോ എന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥകളുണ്ടാവാം. ആൻഡ് അഗൈൻ ഇതിനകത്ത് 2 ഏരിയാസ് ആണ് പൊതുവെ നമ്മൾ ഒരു ബ്രോഡ്ലി പറയുമ്പോൾ. ഒരു ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എലിമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ട് ഓർ അബ്യൂസ് ഓഫ് അഡൾട്ട്സ് ഉണ്ട്. ഈ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇസ് അഗൈൻ ആ ഒരു ഏരിയ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ടു എക്സ്പ്ലോർ. ബട്ട് ആസ് എ പേരൻറ്റ്, എനിക്കും മക്കളുണ്ട്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ഡു? എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു പരിധി വരെയെങ്കിലും എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ത്രൂ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. വാട്ട് ഇസ് ഇത്? ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവളുടെ ചോദ്യങ്ങൾ മുഴുവൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഞാൻ പ്രതികരിക്കാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ നിന്നു കൊടുത്തതാണോ, ഞാൻ എൻജോയ് ചെയ്തോ ആ പെർട്ടിക്കുലർ കാര്യങ്ങൾ, ഇൻസിഡന്റ് ആ സംഭവിക്കുന്ന സമയത്ത് ഞാനതൊക്കെ എൻജോയ് ചെയ്തിട്ടായിരിക്കും. കുറച്ച് പേരിൽ ഇപ്പോഴും ന്യൂസിന് മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുന്നുള്ളൂ, ബാക്കിയുള്ളവർ എന്താ പറയാത്ത? എൻ്റെ അഭിപ്രായത്തിൽ ഇത് പറയല്ല വേണ്ട. ഈ എക്സ്പ്ലനേഷൻ മോഡ് ഓഫ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങുക. വീട്ടിൻ്റെ അകത്ത് ഇപ്പോഴും സാക്രിഫൈസ് ഗ്ലോറിഫൈഡ് ആവുന്ന ഒരു അപ്രോച്ചുണ്ട്, ഒരു കൾച്ചറുണ്ട്. ഇത് നിർത്തണം. മ്യൂച്വൽ റെസ്പെക്ട് മെയിൻറ്റൈൻഡ് ആവാത്തത് ഒന്നും നമ്മൾ അക്സെപ്റ്റബിൾ ആവരുത്. അത് നമ്മളുടെ ശീലങ്ങളിൽ വരണം. നമ്മുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ചിപ്സ് വരെ അവൾ എടുത്ത് കഴിക്കാറുണ്ട് പണിഷ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് എടുക്കരുത്.